കർണാടകയിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റും നാഗർഹോൾ ഫോറസ്റ്റും തമിഴ്നാട്ടിലെ മുതുമല ഫോറസ്റ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുത്തങ്ങ കാടുകൾ, കാടിനു നടുവിലെ ഗ്രാമങ്ങളിലെ കാഴ്ചകളും കൃഷിരീതികളും, കേരള കർണാടക ബോർഡറിലെ കാഴ്ചകളും, അസ്തമയ സൂര്യകിരണങ്ങളാൽ വെട്ടിത്തിളങ്ങുന്ന കാരപ്പുഴ ഡാമിലെ ദൃശ്യങ്ങളും, ഡാമിനാൽ ചുറ്റപ്പെട്ട നെല്ലറച്ചാലിലെ വിശേഷങ്ങളും തേടിയാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. സുൽത്താൻ ബത്തേരിയിലെ ഹൈഡോട്ട് നാച്ചുറൽ റിസോർട്ടാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇവിടെ എത്തിയത്. ഇന്ന് വയനാട് യാത്രയുടെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇന്ന് രാത്രിയോടെയെങ്കിലും ചുരമിറങ്ങി നാട്ടിലെത്തണം. രാവിലെ നേരത്തെ തന്നെ റെഡിയായെങ്കിലും കുറച്ച് സമയം ഈ റിസോർട്ടിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു കാടിൻ്റെ ഫീൽ തരുന്നിടത്താണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. ചുറ്റും വലിയ മരങ്ങൾ. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു പുറത്ത്. വെയിലുദിച്ചപ്പോൾ തണുപ്പെല്ലാം മാറിയിട്ടുണ്ട്. റിസോർട്ടിന് മുന്നിലായി ഒരു കുളവും അതിനു കുറുകെയുള്ള ഒരു നടപ്പാലവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കുളത്തിന് ചുറ്റുമായി 3 ഹട്ടുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ. റിസോർട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നത് ഈ ഹട്ടുകളിലാണ്. താഴെ കുളത്തിലേക്ക് വെള്ളം വീഴുന്ന ശബ്ദവും ചുറ്റുമുള്ള പക്ഷികളുടെ കളകളാരവും കേട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, സംസാരിച്ചിരിക്കാം. അതുപോലെ കുളത്തിന് ചുറ്റുമായി മുളകൾ കൊണ്ട് മോടി കൂട്ടിയിട്ടുണ്ട്. കാറ്റടിക്കുമ്പോൾ മുളക്കൂട്ടങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദവും ആസ്വദിച്ച് ഈ കാനന ഭംഗിയും കണ്ട് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഈ റിസോർട്ട്. ഇന്ന് ആദ്യം പോകുന്നത് മുത്തങ്ങയിലേക്കാണ്. അവിടെ വെച്ച് നമുക്ക് കൂടുതൽ കാട്ടിലെ കാഴ്ചകൾ കാണാം. ഇന്നലത്തെ പോലെ വഴിയരികിൽ നിന്ന് ധാരാളം കാട്ടുമൃഗങ്ങളെല്ലാം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. മുത്തങ്ങയിലെ ബോർഡറിലെ കാഴ്ചകളും അതിർത്തി ഗ്രാമങ്ങളിലെ ജീവിതങ്ങളും നമുക്ക് കാണണം. എന്നിട്ട് വൈകുന്നേരത്തോടെ നെല്ലറച്ചാലിലെത്തണം. അവിടെ നിന്ന് കാരപ്പുഴ ഡാമിലെ കാഴ്ചകളും ഡാമിനരികിൽ നിന്നുള്ള മനോഹരമായ അസ്തമയ ദൃശ്യങ്ങളും കണ്ട് രാത്രിയോടെ ചുരമിറങ്ങണം. ഇതാണ് ഇന്നത്തെ പ്ലാൻ. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹൈഡോട്ട് നാച്ചുറൽ റിസോർട്ടിൽ നിന്ന് ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് സുൽത്താൻ ബത്തേരി ടൗൺ. അവിടെ നിന്ന് 14 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മുത്തങ്ങയിലെ എക്കോ ടൂറിസം സെന്ററിലെത്തും. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായ ഈ മുത്തങ്ങ കാടുകളിലൂടെയുള്ള ജീപ്പ് സഫാരി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. രാവിലെയും വൈകുന്നേരവുമാണ് ജീപ്പ് സഫാരി നടക്കുന്നത്. ഇന്നലെ ഞാൻ ഈ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കീഴിലുള്ള തോൽപ്പെട്ടിയിലൂടെ ജീപ്പ് സഫാരി നടത്തിയിരുന്നു. ധാരാളം കാട്ടുമൃഗങ്ങളെയാണ് ഇന്നലെ സഫാരിക്കിടയിൽ കണ്ടത്. എക്കോ ടൂറിസം സെന്റർ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പാണ് ഇവിടെയുള്ള വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റും GST ചെക്ക് പോയിന്റും. എക്കോ ടൂറിസം സെന്ററിന് മുന്നിലാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ടൂറിസം സെന്റർ കഴിഞ്ഞ് 1 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മുത്തങ്ങയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റും RTO ചെക്ക് പോസ്റ്റും എത്തും. RTO ചെക്ക് പോസ്റ്റിനരികിലായി പൂത്തിലഞ്ഞ ഗോൾഡൻ സ്പോട്ടാണ് ഈ കാണുന്നത്. മാണിക്കച്ചെമ്പുഴുക്ക എന്ന മറ്റൊരു പേരുമുണ്ട് ഈ ചെടിക്ക്. കുലകുലകളായി ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗി. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ കൂടി സഞ്ചരിക്കാനുണ്ട് കേരള കർണാടക അതിർത്തിയിലെത്താൻ. RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞത്. പുള്ളിമാനുകളെയാണ് പ്രധാനമായും ഈ വഴിയരികിൽ നിന്ന് കാണുക. കോരമാനുകളും മ്ലാവുകളും എല്ലാം ഉണ്ട് ഈ കാടുകളിൽ. പക്ഷേ പുള്ളിമാനിനെ അപേക്ഷിച്ച് അവയുടെ എണ്ണമെല്ലാം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വഴിയരികിൽ വെച്ച് ഇവയെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. മാനുകളെ കാണാൻ വാഹനം നിർത്തിയപ്പോൾ ആ തക്കത്തിന് കാറിൽ കയറിയിരിക്കുകയാണ് ഈ വിദ്വാൻ. മുത്തങ്ങക്കാട്ടിലൂടെ വീണ്ടും മുന്നോട്ട് കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ പൊൻകുഴിയിലെ ക്ഷേത്രത്തിനടുത്തെത്തി. റോഡിന്റെ ഇരുവശത്തുമായാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഇടതുവശത്തായി ശ്രീരാമനുള്ള പ്രതിഷ്ഠയും വലതുവശത്ത് സീതാദേവിയുടെയും ഹനുമാന്റെയും പ്രതിഷ്ഠകളുമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഒരു ചെറിയ തടാകം കാണാം. ശക്തമായ വേനൽക്കാലത്തും ഈ തടാകത്തിലെ വെള്ളം വറ്റാറില്ല. ഒരു ഐതിഹ്യം കൂടിയുണ്ട് ഈ തടാകത്തെക്കുറിച്ച്. ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ സീതാദേവിയെ ഇവിടെ ഉപേക്ഷിക്കുകയും അപ്പോൾ സീതാദേവിയുടെ കണ്ണുനീരിനാൽ രൂപപ്പെട്ടതാണ് ഈ തടാകം എന്നതാണ് ഐതിഹ്യം.
കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ഇതാണ് വഴിയരികിലെ കാഴ്ച. പുല്ല് തേടി ഇറങ്ങിയ ഒരു മാൻകൂട്ടം. ധാരാളം ആദിവാസി കോളനികളുണ്ട് ഈ കാടുകൾക്കുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ മാത്രമേ നമുക്ക് ഈ കോളനികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. വഴിയരികിലൂടെ നടന്നു നീങ്ങുന്ന ഈ കോളനി നിവാസികളെ പലയിടത്തും കാണും. അവരിൽ പലരും ഇന്നും ആ പരമ്പരാഗത ജീവിത രീതി പുലർത്തുന്നവരാണ്. എല്ലാവരുടെ കയ്യിലും ഒരു ചെറിയ ചുള്ളിക്കമ്പുകൾ കാണാം. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി മാത്രമേ അതിർത്തിയിലേക്കുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള കർണാടക ബോർഡറിലാണ്, മുത്തങ്ങ ബോർഡറിൽ. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇവിടെ ചെറിയൊരു പുഴ കാണും. ചെറിയൊരു പുഴയുണ്ട്. നൂൽപ്പുഴയാണോ അല്ലെങ്കിൽ അതിൻ്റെ കൈവരിയേറ്റാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ആ പുഴയുടെ സെൻറ്ററാണ് ബോർഡർ നിൽക്കുന്നത്. പുഴ സെൻറ്ററും ഈ ഭാഗത്തേക്ക് കേരളവും അതിനപ്പുറത്തേക്ക് കർണാടകയാണ്. അപ്പോൾ കർണാടക ഒരു ഓഫീസറോട് ചോദിച്ചപ്പോഴാണ് ഈ കാര്യം അവർ പറഞ്ഞു തന്നെ. പിന്നെ തൊട്ട് ബാക്കിൽ കർണാടകൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. കേരളത്തിൻ്റെ എല്ലാ ചെക്ക് പോസ്റ്റും മുത്തങ്ങ കാടിൻ്റെ നടുവിലാണ് കേരളത്തിൻ്റെ എല്ലാ ചെക്ക് പോസ്റ്റും. നൂൽപ്പുഴയാണ് കേരളത്തെയും കർണാടകയെയും ഇവിടെ വേർതിരിക്കുന്നത്. അതിർത്തിക്കുപ്പുറം വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്താണ്. അപ്പുറത്ത് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയും. അതിർത്തിയുടെ ഇരുവശത്തും കാട് തന്നെയാണ്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായ മുത്തങ്ങ ഫോറസ്റ്റ് റേഞ്ചാണ് കേരള ഭാഗത്ത്. അപ്പുറത്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ മൂലഹോൾ ഫോറസ്റ്റ് റേഞ്ചാണ്. അതിർത്തിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് അത്ര പന്തിയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ നേരം ചിലവഴിക്കാതെ തിരിച്ച് മുത്തങ്ങയിലേക്ക് മടങ്ങുകയാണ് ഞാൻ. അതിരാവിലെ ഈ മുത്തങ്ങ കാട്ടിലൂടെയുള്ള യാത്ര മനോഹരമായി. ധാരാളം മാൻകൂട്ടങ്ങളെ ഈ വഴിയരികിലായി കാണാൻ സാധിക്കും. ചിലപ്പോൾ ആനക്കൂട്ടങ്ങളെയും കാട്ടുപോത്തുകളെയും കാണാം. ചില സമയത്ത് രാത്രികാലങ്ങളിൽ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ കടുവകളെയും കാണാറുണ്ട് ഈ വഴിയോരങ്ങളിൽ. കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമായ ഈ വയനാട് വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ളത്. മുത്തങ്ങയിലെ RTO ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ കാഴ്ചകൾ കണ്ടത്. വഴിയരികിലായി നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങൾ, പാടങ്ങൾക്ക് നടുവിലായി തല ഉയർത്തി നിൽക്കുന്ന ഏർമാടങ്ങൾ. ഇടതുഭാഗത്തായി കണ്ട ചെറിയ മൺപാതയിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ എത്തിയത് തകരപ്പാടി കോളനിയിലാണ്. നെൽകൃഷി തന്നെയാണ് വഴിയരികിലെ കാഴ്ചകൾ. ഈ പാടങ്ങൾക്കും കോളനികൾക്കും ചുറ്റും കാടാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി കാട്ടുമൃഗങ്ങൾ ഇറങ്ങി കൃഷികളെല്ലാം നശിപ്പിക്കാറുണ്ട് ഇവിടെ. രാത്രി കാലങ്ങളിൽ മൃഗങ്ങളെ ആട്ടാൻ വേണ്ടി ഈ ഏർമാടങ്ങളിൽ കർഷകർ കാവലിരിക്കും. നെൽക്കതിർ വിരിഞ്ഞപ്പോൾ ഈ പാടങ്ങൾ മഞ്ഞ നിറത്താൽ ഒരു മേലാപ്പ് കൈവരിച്ചിരിക്കുന്നു. അതിനിടയിലെ ഓലമേഞ്ഞ ഈ ഏർമാടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ഇവിടെ നിന്ന് ഈ കാഴ്ചകൾ കാണുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ദൂരെയായി ഒരു വാച്ച് ടവർ കാണാം. വാച്ച് ടവർ തേടി ഈ കോളനിയിലൂടെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഞാൻ എത്തിയത് അമ്മൂസ് ഫാം ഹൗസിലാണ്. കാടിൻ്റെ നടുവിലായി ഒരു ഫാം ഹൗസ്. അമ്മൂസ് ഫാം ഫ്രഷ് എന്നാണ് ഈ ഫാം ഹൗസിൻ്റെ പേര്. കാലാവസ്ഥ വ്യത്യാസമില്ലാതെ ഏത് സീസണിലും ഈ ഗ്രീൻ ഹൗസുകളിൽ വിഷാംശം ഏൽക്കാത്ത പച്ചക്കറികൾ വളരുന്നു. വെണ്ടയും മല്ലിയും മുളകും കപ്പയും ക്യാബേജും എല്ലാം വളരുന്നുണ്ട് ഈ ഫാം ഹൗസിൽ. ഇലച്ചെടികളാണ് ഇപ്പോൾ കൂടുതലായും ഇവിടെ കൃഷി ചെയ്യുന്നത്. എന്നാൽ എന്നെ ഏറെ ആകർഷിച്ചത് ഈ ഫാം ഹൗസിലെ ഈ വാച്ച് ടവറാണ്. ഇതിനു മുകളിൽ കയറിയാൽ കാടിൻ്റെ 360 ഡിഗ്രിയിലുള്ള കാഴ്ചകൾ കാണാം. ഫാം ഹൗസിൻ്റെ സെൻറ്ററിൽ വലിയൊരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ചെറുപ്പ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും കാടാണ്. 4 സൈഡും കാട ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു ഫാം ഹൗസാണ്. ചുറ്റും കാടായത് കൊണ്ട് തന്നെ സ്ഥിരമായി വന്യമൃഗങ്ങൾ എത്താറുണ്ട് ഇവിടേക്ക്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് കരടിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതിലൂടെ കരട് ഇന്നലെ ഭയങ്കര രസമുണ്ടായിട്ട് മിനിഞ്ഞാന്ന് രാവിലെ കടുകിൽ 2 കടുവ എവിടെ ഞങ്ങളെ വയലില്ലേ അടിച്ചിട്ട് അത് ഒരു കാവലിൽ കിടക്കുക. ഒരു മുകളിൽ കിടക്കുക, താഴെ മുകളിൽ തീയിട്ടുണ്ട്, താഴെ വന്നിട്ട് ഞങ്ങൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ജീവാമൃതം, പിന്നെ പഞ്ചഗവ്യം, പിന്നെ ഈ പിണ്ണാക്ക് പുളിപ്പിച്ചത്, പച്ചച്ചാണകം. ഇവിടെ ധാരാളം കന്നുകാലികൾ, നാടൻ ബ്രീഡ്, വയനാടൻ ബ്രീഡ് കന്നുകാലികൾ ധാരാളമുണ്ട്. അപ്പൊ ഈ ഫാമിലുള്ള പുല്ല് ചെത്തിക്കൊണ്ടുവന്ന ആൾക്കാർ ഞങ്ങൾക്ക് ചാണകം ഫ്രീ ആയിട്ട് തരണം. അതാണ് കണ്ടീഷൻ.
അപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ഈ പുല്ല് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വീട് പിന്നെ കളനാശിനിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ പുല്ല് ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ കുറേ ഓപ്പൺ ഫാമിംഗ് നടത്തുന്നുണ്ട്, കുറേ പ്രിസിഷൻ ഫാമിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ഫാമിങ്ങിലൊക്കെ ധാരാളം പുല്ലുകളുണ്ട്, അത് അവർ ചെത്തിയെടുക്കും. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ മൾച്ചിങ് ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കള പറിക്കാനും കൂലിച്ചെലവ് കുറയും, കള കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വളം അവിടെ തന്നെ നിലനിൽക്കും. പിന്നെ മഴക്കാലത്തും നമുക്ക് ഇതേമാതിരിയുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞങ്ങൾ വീട് മാറ്റും വെച്ചിട്ട് മാത്രമാണ്. ഈ ഗ്രീൻ ഹൗസിൽ മല്ലിച്ചപ്പാണ് വളരുന്നത്. അടിപൊളിയാട്ടോ, സുന്ദര മരൊന്നും വേണ്ട. ഏറെ വാട്ടർ സെൻസിറ്റീവായ ഒരു ചെടിയാണ് ഈ മല്ലിച്ചെടികൾ. അതുകൊണ്ട് തന്നെ മഴ പോലെ കൃത്രിമമായി വെള്ളം പാറ്റിയാണ് ഈ ഗ്രീൻ ഹൗസിൽ മല്ലിച്ചെടികൾ വളർത്തുന്നത്. ഇതിനകത്തുകൂടെ നടക്കുമ്പോൾ ഒരു മഞ്ഞത്ത് നടക്കുന്ന ഫീലാണ്, അതുപോലെ ചെറിയ തണുപ്പും. ഏത് കാലാവസ്ഥയിലും ഇതുപോലെ മല്ലിച്ചെടികൾ വളർത്താം. മല്ലിച്ചെടിയിലെ പൂക്കളും കായകളുമാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഓർഗാനിക് ഫാമിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ മാർക്കറ്റിങ്ങും വില നിർണയവുമാണ്. പച്ചക്കറികൾ അധികവും ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് കോഴിക്കോട്, എറണാകുളം, ലുലു മാർക്കറ്റിൽ വരെ ഞങ്ങൾ അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വരെ കൊടുക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം ബത്തേരിയിലെ ലോക്കലായിട്ടുള്ള വീടുകളുണ്ട്. ആ വീടുകളിൽ നമ്മളിവിടുന്ന് പിന്നെ ഓരോ കിറ്റായിട്ട് അപ്പോൾ അവർ ആവശ്യപ്പെടും, ഹൗസിംഗ് പള്ളികളിലൊക്കെ ആവശ്യപ്പെടും, അങ്ങനെ കൊടുക്കും. ശരിക്കും ഓർഗാനിക് വെജിറ്റബിളിൽ വിജയിക്കണമെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരേ റേറ്റ് ഒരു ചിങ്ങമാസം 1-ാം തീയതി മുതൽ അടുത്ത മാസം കർക്കിടകം 31-32 ആ തീയതി വരെ ഒരു വില. ചിങ്ങമാസം ആയിക്കഴിഞ്ഞാൽ നമുക്ക്, കാരണം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു വർഷത്തേക്ക് വലിയ ഫ്ലക്ച്വേഷൻ വരുന്നില്ല. കൂലി ചെലവിലോ ബാക്കിയുള്ള കാര്യത്തിലോ അവൻ്റെ പ്രൊഡക്റ്റിൻ്റെ വലിയ ഫ്ലക്ച്വേഷൻ വരുന്നും ചെയ്യുന്നുണ്ട്. അത് മാറ്റിയിട്ട് പ്രൊഡക്റ്റിൻ്റെ കാര്യം കൂടിയും ഫ്ലക്ച്വേഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇയാൾക്ക് തീർച്ചയായിട്ടും കൃഷി ലാഭകരമായിട്ട് നടത്താം. ചെറിയ കീടനാശിനികളൊക്കെ ഉള്ള കീടങ്ങളൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കീടങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു തമാശ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്, എല്ലാ വിത്തിൽ നിന്നുള്ള വിത്ത് മുളയ്ക്കുകയും അതിൻ്റെ എല്ലാത്തിൽ നിന്നും കായ വരും. അത് മുഴുവൻ എനിക്ക് വേണമെന്നുള്ള ദുരാഗ്രഹമാണ്. പ്രകൃതിക്ക് വേണ്ടി കുറച്ചിട്ട് കൊടുക്കാൻ ചെയ്യാറുണ്ട്. ആ പുഴുക്കൾ വിരിഞ്ഞിട്ട് പൂമ്പാറ്റയായിട്ട് ആ ശലഭങ്ങളാണ് പോളിനേറ്റ് ചെയ്യുന്നതെന്നുള്ള ഓർമ്മ. എനിക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കുട്ടികളെ വളർത്താണ്. ആ വളർത്തുന്ന സമയത്തുള്ള തീറ്റ നമ്മൾ കൊടുക്കണ്ടേ? നമ്മൾ പണിക്കാർക്ക് തീറ്റ കൊടുക്കുന്ന പോലെ തന്നെ ഈ ശലഭങ്ങൾക്കുള്ളത് നമ്മൾ കുറച്ച് കൊടുക്കണം. കാരണം അത് തന്നെയാണ് വീണ്ടും നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കത് പരാഗണം നടത്തിയിട്ട്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ വിജയേട്ടൻ ഇവിടെ കൂടെ ഉണ്ട്. വിജയേട്ട താങ്ക്സ്. അപ്പം ഈ ബോർഡർ കൂടി വരുന്ന വഴി ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരാം. വരുന്ന സമയത്ത് ഒരു മോർണിംഗിലൊക്കെ വരാൻ നോക്കണം. എന്നാൽ അടിപൊളിയായിട്ട് കോടമഞ്ഞും സൺറൈസൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിലൊക്കെ രാത്രി കയറിയുണ്ടല്ലോ, തണുത്ത് വിറച്ച് ഇറങ്ങി ഓടും അതിൻ്റെ മുകളിൽ നിന്നൊക്കെ. അത്രയും തണുപ്പായിരിക്കും ഈ ഭാഗത്ത്. അപ്പോൾ ഈ കാണാൻ വരുന്ന ഒരു സമയത്ത് എനിക്ക് കാണാം. ഫാം ഹൗസിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ തകരപ്പാടി കോളനിയിൽ നിന്നാണ് ഈ അമ്മൂമ്മയെ കാണുന്നത്. ആ മലപ്പുറത്തുനിന്ന് വരുന്നത്. വീട് ഏതാ? അവിടെ വീട്. എത്ര വയസ്സായി? 60 വയസ്സായി. മലപ്പുറം മഞ്ചേരി. അറിയോ മഞ്ചേരി? വേറെ എവിടെയും പോയിട്ടില്ല. ഇതാണ് ഈ അമ്മൂമ്മയുടെ വീട്. അമ്മൂമ്മ എന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചായയും തന്നാണ് യാത്രയാക്കിയത്. അതിർത്തിയിലെ കാഴ്ചകൾ കണ്ട് ഞാനിപ്പോൾ നെല്ലറച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പടുകൂറ്റൻ നിർമ്മിതി ശ്രദ്ധയിൽപ്പെട്ടത്. ദൂരെ നിന്നുള്ള കാഴ്ചയിൽ നിന്ന് തന്നെ ഇതൊരു ക്രിസ്തീയ ദേവാലയമാണെന്ന് മനസ്സിലായി. അവിടേക്കുള്ള വഴിയെല്ലാം കണ്ടെത്തി ഈ ദേവാലയത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് ഞാൻ. വയനാട്ടിലെ മലങ്കര രൂപതയുടെ ആസ്ഥാനത്താണ് ഈ ദേവാലയം നിൽക്കുന്നത്. അന്തോക്യൻ, ബൈസന്റൈൻ, അർമേനിയൻ, ഇന്ത്യൻ പാരമ്പര്യങ്ങളുടെ വാസ്തുശില്പങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന ഒരു മനോഹരമായ നിർമ്മിതി കൂടിയാണ്
ഈ ദേവാലയം. ഒരേ സമയം 4000 പേർക്ക് ഇവിടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. സുൽത്താൻ ബത്തേരിയിലെ മനോഹരമായ മറ്റൊരു ദേവാലയമാണ് ടൗണിലെ അസംഷൻ ഫോറൈൻ ചർച്ച്. ബത്തേരി ടൗണിലെ കാഴ്ചകൾ കണ്ട് ഞാൻ ഇനി നെല്ലറച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെ മനോഹരമാണ്. കുന്നുകളും പാറക്കൂട്ടങ്ങളുമെല്ലാം വഴിയിൽ നിന്ന് തന്നെ കാണാം. ബത്തേരിയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് നെല്ലറച്ചാൽ സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം ഒരു 5 മണിയോടെയാണ് ഞാൻ നെല്ലറച്ചാലിൽ എത്തുന്നത്. വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ ധാരാളം ആളുകൾ എത്തുന്ന ഒരിടമാണ് ഈ നെല്ലറച്ചാൽ. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണിപ്പോൾ. കുട്ടികളും വലിയവരുമെല്ലാം ചൂണ്ടയിടുന്ന തിരക്കിലാണ് ഈ കായലോരത്ത്. നയനമനോഹരമായ അസ്തമയ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരിടമാണ് ഈ നെല്ലറച്ചാൽ. അസ്തമയ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റ് കൂടി ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഭാഗം കണ്ടെയ്ൻമെന്റ് സോണാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടിപ്പോൾ പ്രവേശനമില്ല. തീരത്തിന്റെ ഇപ്പുറത്ത് നിന്ന് കാഴ്ചകൾ കാണാം. കുട്ടികൾ ചൂണ്ടയിടുന്നതും കണ്ട് അസ്തമയ ദൃശ്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞാൻ. കാരപ്പുഴ അണക്കെട്ടിന്റെ തീരത്ത് 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഈ നെല്ലറച്ചാൽ. തനി ഗ്രാമീണത മുറ്റി നിൽക്കുന്ന ഈ ഗ്രാമത്തിന്റെ ഖ്യാതി ഇന്ന് കടൽ കടന്നും പ്രസിദ്ധമാണ്. കാരാപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശം കൂടിയാണ് ഈ നെല്ലറച്ചാൽ ഗ്രാമം. പ്രകൃതി മനോഹാരിതക്കൊപ്പം സാഹസിക ടൂറിസം കൂടി ചേർന്നതാണ് ഈ കാരാപ്പുഴ ഡാം. ജലസേചനം ലക്ഷ്യമിട്ട് 1974 തുടങ്ങി 2004 പണി പൂർത്തീകരിച്ച ഈ കാരാപ്പുഴ അണക്കെട്ട് ഇന്ന് വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. നാം ഇന്നലെ കണ്ട കബനി പുഴയുടെ കൈവരിയായ കാരാപ്പുഴയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഡാമിനകത്ത് ഇവിടെ ധാരാളം ചെറിയ ദ്വീപുകൾ കാണാം. വിവിധ ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയായ ഈ ദ്വീപുകൾ ഇന്ന് പക്ഷി നിരീക്ഷകരുടെ ഒരു പ്രധാന താവളം കൂടിയാണ്. വയനാട് ജില്ലയിലെ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമാണ് ഈ നെല്ലറച്ചാലും പരിസരങ്ങളും. 2016-17 വർഷത്തിൽ രാജ്യത്തെ മികച്ച റെസ്പോൺസിബിൾ ടൂറിസം നടത്തിപ്പിനുള്ള അംഗീകാരം ലഭിച്ചത് ഈ വയനാടിനാണ്. ഗോത്രജീവിതത്തിൻ്റെയും കാർഷിക പെരുമയുടെയും സ്വന്തം നാട്ടിൽ അതിഥികളായി എത്തുന്നവരെ ആ ഗ്രാമീണ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് വയനാട്ടിലെ ഈ ടൂറിസം പാക്കേജ്. വിനോദസഞ്ചാരത്തെ ഗ്രാമീണർക്ക് കൂടി വരുമാനം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്ത ടൂറിസത്തിന് മികച്ച പ്രതികരണമാണ് ഈ ഗ്രാമങ്ങളിൽ. ഗോത്രവംശജർ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തുള്ള ഒട്ടേറെ ആയുധങ്ങളും ഉപകരണങ്ങളും ഇന്നും ഈ ഗ്രാമങ്ങളിൽ കാണാൻ കഴിയും. സുഗന്ധം പരത്തുന്ന യൂക്കാലി കൃഷി ഒരു കാലത്ത് വയനാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. യൂക്കാലി തൈലം വാറ്റുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട് ഈ ഗ്രാമങ്ങളിൽ. അതുപോലെ കളിമൺ പാത്ര നിർമ്മാണത്തിനും മറ്റു കുലത്തൊഴിലുകൾക്കും ഏറെ പ്രസക്തമാണ് ഈ നെല്ലറച്ചാലും പരിസര ഗ്രാമങ്ങളും. ഈ കാഴ്ചകളെല്ലാം കാണണമെന്നുണ്ട്. പക്ഷെ ലോക്ക്ഡൗൺ കാരണം പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ഈ ഉൾഗ്രാമങ്ങളിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമല്ല. താമരശ്ശേരി ചുരം കയറി വയനാട്ടിലെത്തിയിട്ട് ഇന്നേക്ക് 5 ദിവസമായി. വൈത്തിരി, മേപ്പാടി, തിരുനെല്ലി, തോൽപ്പെട്ടി, പുത്തുമല, ചേക്കാടി തുടങ്ങി ധാരാളം ഗ്രാമങ്ങളിലെ കാഴ്ചകൾ ഇതിനോടകം നാം കണ്ടു. ഓരോ ഗ്രാമത്തിനും പറയാനുള്ളത് ഓരോ കഥകളാണ്. സംസ്കാരത്തിൻ്റെയും ഗോത്രപ്പെരുമയുടെയും കഥകൾ, നിലനിൽപ്പിൻ്റെയും ജീവിത പോരാട്ടത്തിൻ്റെയും കഥകൾ, മണ്ണിലലിഞ്ഞു പോയ ഗ്രാമങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥകൾ. അതുപോലെ കാട്ടിലൂടെയുള്ള ഈ യാത്രയിൽ ധാരാളം വന്യമൃഗങ്ങളെയും നാം കണ്ടു. വഴിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ധാരാളം മൃഗങ്ങളുണ്ട് ഈ വയനാടൻ കാടുകളിൽ. ഒരുപാട് ഓർമ്മകളോടെയാണ് ഇനി ചുരമിറങ്ങുന്നത്. വീണ്ടും വരണം ഈ വയനാടൻ ഗ്രാമങ്ങളിലേക്ക്. നാം എത്തിപ്പെടാത്ത ധാരാളം ഗോത്രങ്ങളും ഗ്രാമങ്ങളുമുണ്ട് ഈ മല മടക്കുകൾക്കിടയിൽ. ഈ 5 ദിവസത്തെ യാത്രയിൽ പലരോടും കടപ്പെട്ടിട്ടുണ്ട്. അറിയപ്പെടാത്ത ഗ്രാമങ്ങളും വഴികളും പറഞ്ഞു തന്ന കൂട്ടുകാർ, വെള്ളവും ഭക്ഷണവും തന്ന് സ്വീകരിച്ച ഗ്രാമീണർ, അങ്ങനെ പലരും. എല്ലാവർക്കും നന്ദിയോടെ ദ ഇന്ത്യൻ ട്രയൽസ്.